ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സർഗലയം യൂട്യൂബ് ചാനൽ. കൂർഗിലെ ദുബാരെ എലഫൻ്റ് ക്യാമ്പിലെ വിസ്മയ കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആ സുന്ദര ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത് റിസർവ് ഫോറസ്റ്റ് ഏരിയയാണ്. ഐലൻഡ് ബോട്ടിൽ കയറി കാവേരി നദി ക്രോസ് ചെയ്താണ് ഞങ്ങളിവിടെ എത്തിയത്. കൂർഗിലെ അനേകം ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത വളരെ അട്രാക്റ്റീവായ ഒരു പ്ലേസാണിത്. ഇരുവശവും കൈവരികൾ കെട്ടിയുണ്ടാക്കിയ ഈ വഴിയിലൂടെയാണ് എലഫൻ്റ് ക്യാമ്പിലേക്ക് നമുക്ക് പോകേണ്ടത്. യാത്ര അല്പം സാഹസികമാണെങ്കിലും കാവേരി നദിയുടെ കുളിരിൽ ലയിച്ചു കിടക്കുന്നത് കൊണ്ട് ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം വിനോദസഞ്ചാരികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ആനയുടെ അടുത്തെത്തി കഴിഞ്ഞു. വലുതും ചെറുതുമായ ധാരാളം ആനകൾ നിരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നല്ല മനോഹരമായ കാഴ്ച. ആനച്ചന്തത്തിൽ ലയിച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണിത്. ഇപ്പോൾ അതാ രണ്ടാനകൾ തമ്മിൽ ഉപചാരം അർപ്പിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആനകളെ കൂടുതൽ അടുത്തറിയാനും അവയ്ക്ക് ആഹാരം കൊടുക്കാനും തൊട്ട് തലോടാനും ഒക്കെ ഇവിടെ നമുക്ക് അവസരം ഉണ്ട്. ആനയ്ക്ക് ഉണങ്ങിയ നെൽക്കതിരിൽ ശർക്കര വെച്ച് കെട്ടിയാണ് ആഹാരമായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ആന തുമ്പിക്കൈ ഉയർത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്ന ഒരു മനോഹര കാഴ്ച നമുക്ക് കാണാം. ജനങ്ങളെ കണ്ടപ്പോൾ ആനകൾക്കും എന്തൊക്കെയോ ഒരു പ്രത്യേക രസം തോന്നിയിരിക്കാം. അതുകൊണ്ട് തന്നെ അവ വളരെ ശാന്തരായി ഭക്ഷണം കഴിച്ചുകൊണ്ടും മണ്ണ് വാരി എറിഞ്ഞുകൊണ്ടും ഒക്കെ ശാന്തരായി തന്നെയാണ് നിൽക്കുന്നത്. വീണ്ടും വീണ്ടും എല്ലാവരുടെയും നേരെ ആന തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത് കാണിക്കുകയാണ്. ഞങ്ങൾക്ക് ആനയെ തൊടാനും തലോടാനും ഒക്കെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പേടി കാരണം അതിന് കഴിഞ്ഞില്ല. നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഇപ്പം ആനച്ചന്തം ആസ്വദിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. എത്ര നേരം നിന്നാലും നമുക്ക് മടുപ്പ് തോന്നാത്ത അത്ര വിധം നല്ല മനോഹര ദൃശ്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല കാലാവസ്ഥ. പലരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും തന്നെ. ആനകളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരവസരം. ഇപ്പോൾ ഞങ്ങളുടെ ടീമെല്ലാം ഒത്തുചേർന്നു പോകാനുള്ള സമയമായി വരികയാണ്. എല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും വളരെ ആഹ്ലാദഭരിതരാണ്.
ഈ ആന ക്യാമ്പും ആനയുടെ ചന്തവും ആനക്കാഴ്ചകളും എല്ലാം തന്നെ അവരെ വല്ലാതെ ആകർഷിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ടീമിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് പോകാൻ സമയമായി എന്നവർ പറയുന്നുണ്ട്. അപ്പം ഇവിടുത്തെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഒരുപാട് ആനകളെ ഒന്നിച്ചു കാണാൻ പറ്റിയ ഒരു സന്ദർഭമാണിത്. അങ്ങനെ കുറേ സമയം ഫോട്ടോയ്ക്ക് പോസ് ചെയ്തും ആനയുടെ ചന്തം ആസ്വദിച്ചും ഒക്കെ ഞങ്ങളങ്ങനെ ചിലവഴിച്ചതറിഞ്ഞില്ല. ആനയെ അടുത്തറിയാനും ആനയോട് കൂടെ കുറച്ച് നേരം ചിലവഴിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു. അപ്പോൾ എന്തോ ആന പൊളിച്ചിടുന്നുണ്ട്, എന്താണെന്നറിയില്ല. ആ ശബ്ദം കേൾക്കുന്നു. ആന ഇങ്ങോട്ട് വരുമോ ആവോ? അപ്പോൾ ഈ വീഡിയോയും ഈ ആനക്കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു മനോഹര ദൃശ്യം പകർത്തുന്നതിനായി ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഈ ആന ക്യാമ്പിനോട് വിട പറയുകയാണ്. തിരിച്ച് ബോട്ടിൽ കയറി എല്ലാവരും മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എല്ലാവർക്കും തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. അടിപൊളി കാഴ്ചകളായിരുന്നു, അടിപൊളി സ്ഥലമായിരുന്നു. കാവേരി നദി ക്രോസ് ചെയ്തുള്ള ബോട്ട് യാത്രയും സൂപ്പറായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.